ഈ ലൊക്കേഷനിലെ ഏറ്റവും പ്രായം കൂടിയത് രഞ്ജിത്തും പിന്നെ ഞാനും. ഞാൻ വെറുതെ ഇല്ല, ഞാൻ ഇങ്ങനെ മഹിമേനെ ആലോചിച്ചു. ഞാൻ പിന്നീട് പെട്ടെന്ന് ഓർത്തത് ഞാൻ ഇവരെ പണ്ട് ബ്ലോക്ക് ചെയ്തല്ലോ ദൈവമേ. അപ്പോൾ ഞാൻ പറയാം വി ഹാവ് എ പാസ്റ്റ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഞാൻ കുഴപ്പമില്ല മാനേജ് ചെയ്തു. അപ്പോൾ ഞാൻ മെസ്സേജ് അയക്കാൻ പോയപ്പോൾ നോക്കിയപ്പോൾ പ്ലീസ് അൺബ്ലോക്ക് എന്ന് തോന്നുന്നു. ഞാനൊരു ദൈവമേ. കാരണം ആഡിയൻസ് റിലീസ് ആവുന്നതിന് മുന്നേ വരെ എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ മാത്രം എനിക്ക് സ്ക്രിപ്റ്റ്സ് വരാറില്ലായിരുന്നു. തമിഴിൽ എനിക്ക് ആ ഒരു ലിബർട്ടി ഉണ്ടായിരുന്നു. എനിക്ക് വരുന്ന സ്ക്രിപ്റ്റ്സിൽ എനിക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. യെസ്, ജയ് ഗണേഷിൻ്റെ ടീമാണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട ഉണ്ണിമുകുന്ദൻ. യാ, വെൽക്കം ചേട്ടാ. ആൻഡ് നമ്മുടെ ബ്യൂട്ടിഫുൾ മഹിമ, രഞ്ജിത്ത് സർ ആൻഡ് റയാൻ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഇത്രയും ഒരു തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടി ഇത്രയും ഒരു സമയം തന്നതിന് താങ്ക് യു. ആൻഡ് നമ്മുടെ ഉണ്ണിച്ചേട്ടനോടാണ് ഫസ്റ്റ് ചോദ്യം. ഉണ്ണിമുകുന്ദൻ ഫിലിംസിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, സോ അങ്ങനെ ഒരു അത് ഇറ്റ്സ് എ ഹ്യൂജ് ഡിസിഷൻ അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ജയ് ഗണേഷ് എന്നുള്ള ഒരു മൂവി തന്നെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു ഇതിലേക്ക് വരാൻ ഉള്ള ഒരു ഡിസിഷൻ എങ്ങനെയാണ് ഉണ്ടായത്? സോ പടം ഞാനും UMF-ഉം ഡ്രീംസ് ആൻഡ് ബിയോണ്ടും ചേർന്നിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അത് സോ ദാറ്റ്സ് വൺ തിങ്. ഡിസ്ട്രിബ്യൂഷനിലേക്ക് എത്തിയതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ എനിക്ക് സിനിമയിൽ എനിക്കിങ്ങനെ ഓരോന്നും ട്രൈ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പിന്നെ പ്രൈമറിലി ഡിസ്ട്രിബ്യൂഷൻ ഒരു കോൺഫിഡൻസ് ബേസിസിലാണ് ചെയ്യുക. എനിക്ക് 100% ഉറപ്പുണ്ട് ഈ സിനിമ വിജയിക്കുന്നു. ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് ഡിസൈഡ് ചെയ്ത ഒരു സ്ക്രിപ്റ്റായിരുന്നു. ലൈക്ക് മാളികപ്പുറത്തിന് ശേഷം എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 4-5 സിനിമകൾ കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ബട്ട് എൻ്റെ ഇമ്മീഡിയറ്റ് റിലീസ് എന്തായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രഞ്ജിത്തിനെ മീറ്റ് ചെയ്യാൻ സാധിച്ചു. ബ്യൂട്ടിഫുൾ സ്റ്റോറി, അതിനേക്കാളും മികച്ച സ്ക്രിപ്റ്റ്. ആൻഡ് എവറി ടൈം ഞാൻ എൻ്റെ കരിയറിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ മോർ ദാൻ 28 ഡ്രാഫ്റ്റ് ഒരു സിനിമയുടെ വായിച്ചുകൊണ്ടിരുന്നത്. അതൊരു എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയൊരു സംഭവം. എന്നിട്ട് ഒരു എവർ ഇവോൾവിങ്, ഞാൻ എപ്പോഴും അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു പുള്ളിയുടെ നാച്ചുറൽ വേ ഓഫ് റൈറ്റിംഗ് അങ്ങനെയാണെന്ന് പിന്നീട് റിയലൈസ് ചെയ്തു. എവറി ടൈം ഞാൻ വായിച്ച സ്ക്രിപ്റ്റിനേക്കാളും വളരെ പോസിറ്റീവായിട്ടും മികച്ച ഒരു ഫൈനൽ ഔട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഡ്യൂറിങ് ദ കോഴ്സ് മഹിമ ജോയിൻ ചെയ്തു, റയാൻ കേമിൻ, വേറെ അശോകൻ ചേട്ടനുണ്ട്. ഇത് കുറേ ഗംഭീരമായ ആക്ടേഴ്സ് ഉണ്ട്. ടെക്നിക്കൽ ക്രൂ ഇസ് വെരി യങ് ക്രൂ. ഈ ലൊക്കേഷനിലെ ഏറ്റവും പ്രായം കൂടിയത് രഞ്ജിത്തും പിന്നെ ഞാനും. ദെൻ ഇറ്റ് വാസ് മീ. ഞാൻ ദെൻ ഇൻ ബിറ്റ്വീനാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇതിൽ ഇത്രയും പ്രായം കൂടിയ ഒരാൾ ഞാനാണ്. അപ്പോൾ ഹാവിങ് സെഡ് ദാറ്റ് അല്ല, അപ്പോൾ യു ക്യാൻ നമ്മളങ്ങനെ അവർ സമ്മതിക്കുന്നുമില്ല. നമ്മൾ അല്ല, ഞങ്ങളൊരു പോയിന്റിൽ ഞങ്ങൾ ഒരു പോയിന്റിൽ റിയലൈസ് ചെയ്ത് എവറിബഡി ഓൾ ദി അതർ ടെക്നീഷ്യൻസ് എസ്പെഷ്യലി ഭയങ്കര വെരി യങ് ബ്ലഡാണ്. അപ്പോൾ ഓടിച്ചാടി സിനിമ ചെയ്തു. ബിക്കോസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയും സിമ്പിളായിട്ട് ഷൂട്ട് ചെയ്യേണ്ട ഒരു സിനിമയല്ല. ഞാൻ ഒരു വീൽ ചെയറിലിരിക്കുന്ന ഒരാളുടെ ജീവിതം പറയുമ്പോൾ അതൊരു ഡൈനാമിക്കായ ഒരു ലൈഫായിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര പാത്തോ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സാഡായി സ്ഥിരം സിനിമയിലുള്ള അത് വേണ്ടാന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് അത് ഷൂട്ട് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഒരു സിമ്പിൾ റൂമിലേക്ക് കയറുന്ന ഷോട്ട് വരെ ഒരു ഡിഫിക്കൽട്ട് ഷോട്ടായി മാറി. എവറിത്തിങ് ബിക്കോസ് സോ ഡിഫിക്കൽട്ട്. കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഭയങ്കര എളുപ്പത്തിൽ ഇയാളിങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു നമുക്ക് വായിക്കാം. ബട്ട് എവറിത്തിങ് അപ്പോൾ ഒരു ടെക്നിക്കൽ ക്രൂ, നല്ല ക്രൂ കിട്ടാൻ സാധിച്ചു. അപ്പോൾ ഈ സിനിമ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്ന പുള്ളിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു. എനിക്കും ആഗ്രഹം ഉണ്ടായി. സോ ദാറ്റ്സ് ഹൗ ഞാനും പിന്നെ പ്രൊഡക്ഷനിൽ കയറിയത്. സോ ഡിസ്ട്രിബ്യൂഷൻ ഐ ജസ്റ്റ് ഫെൽ ദാറ്റ് മാളികപ്പുറത്തിന് ശേഷം വരുന്ന സിനിമ ആയതുകൊണ്ട് കുറച്ച് ആർഭാടത്തോടെ തന്നെ സിനിമ തിയേറ്ററിൽ കൊണ്ടുവരണം. എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. എനിക്ക് വിഷു റിലീസ് ഇങ്ങനെ പറഞ്ഞാൽ സിനിമയിൽ കാണുമല്ലോ, സിനിമ ദൂരെ നിന്ന് കണ്ടപ്പോൾ വിഷു റിലീസിന് വലിയ വലിയ സിനിമകളുണ്ടെന്ന് കേട്ട് ശീലിച്ചതുകൊണ്ട് എൻ്റെ ഒരു സിനിമ ഈ കാലത്ത് ഉണ്ടാവണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യാണ്. അപ്പോൾ ഇതിൽ വേറെ ഭീകരമായ ചിന്തയില്ല, എൻ്റെ ഒരു ആഗ്രഹം അതങ്ങനെ വരണമെന്ന്. ഒരു ഹ്യൂജ് പ്രൊമോഷനാണ് നമ്മൾ ഈ മൂവിക്ക്. കാരണം അല്ല, എനിക്ക് ഇപ്പോഴും അത് ഹ്യൂജ് ആയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ എവിടേക്കോ എനിക്ക് എൻ്റെതായ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പണ്ട്
പരശുരാം എക്സ്പ്രസ്സിലേക്ക് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വണ്ടിയിൽ ഐ തിങ്ക് ഞാൻ ഓഖ എക്സ്പ്രസ്സൊക്കെ വരുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു സ്വപ്നങ്ങൾ കൂടുതൽ കണ്ടത് ഈ ട്രെയിനിലിരുന്നിട്ടാണ്. 4 ദിവസം ഇങ്ങോട്ട് വരും, തിരിച്ചങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു സിനിമയുടെ പോസ്റ്റർ അതിലടിക്കായിരുന്നു. ഞാൻ പിന്നെ US ഒരു തവണ പോയപ്പോൾ എൻ്റെ ഫ്രണ്ടുമായിട്ട് നടന്നു പോകുമ്പോൾ ഞാൻ ടോം ക്രൂസിൻ്റെ ഒരു മിഷൻ ഇമ്പോസിബിൾ ട്രെയിലർ കണ്ടു. ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ വിളിച്ചിട്ട് അവരെ കൊണ്ട് ഞാൻ എൻ്റെ ഇപ്പോൾ ദിസ് ഇസ് ദ സെക്കൻഡ് മൂവി ഇൻ കേരള ഫ്രം മലയാളം ടു റിലീസ് എ ട്രെയിലർ ദ. ഇതെല്ലാം ഒരു നമുക്ക് നമ്മുടെ സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും ആ സിനിമ നല്ല സിനിമ ആയതുകൊണ്ടും മാക്സിമം ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയട്ടെ. അതിൻ്റെ കൺവേർഷൻ റേറ്റ് എത്രത്തോളം ആയിരിക്കും അത് നമ്മളെല്ലാം ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഇത്രയും വർഷം ഈസ് വെരി ഇൻ ടേംസ് ഓഫ് സിനിമ എക്സ്പീരിയൻസ് ഉണ്ട്, മഹിമയുണ്ട്. ഇവരെല്ലാവരും ഇത് ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് പറയുകയാണ് നല്ല സിനിമ. ഇപ്പോൾ ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ബേസിസ് തന്നെ രഞ്ജിത്തേട്ടൻ്റെ എന്ന് പറയുമ്പോൾ സിനിമകളിൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് എടുത്തു നോക്കുമ്പോൾ എല്ലാ സിനിമകളിലും ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്നുണ്ട്, പാസഞ്ചേഴ്സ് ആയാലും പ്രേതമായാലും ഒക്കെ. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് പ്രതീക്ഷിക്കാം. മെസ്സേജിന് വേണ്ടി എടുത്ത സിനിമ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി അറിഞ്ഞു പറയാതെയൊക്കെ വരുന്നതാണ്. ഞാൻ പലപ്പോഴും മെസ്സേജുകൾ ഉൾപ്പെടുത്താറുള്ളത് ഞാൻ കൂടുതൽ കമേഴ്ഷ്യൽ ആകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പുണ്യാളനിൽ ഹർത്താൽ എന്ന് പറയുന്ന സാധനം എടുക്കുന്നത് ദാറ്റ് മേക്സ് ഇറ്റ് മോർ കമേഴ്ഷ്യൽ. അങ്ങനെ ഇതിലും അങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് എല്ലാവർക്കും തോന്നുന്ന വിഷയമായിരിക്കാം, എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന വിഷയമായിരിക്കാം. അപ്പോൾ അത് ആ സിനിമയെ കൂടുതൽ കമേഴ്ഷ്യൽ ആക്കാനാണ് ഞാൻ സോഷ്യൽ വിഷയങ്ങൾ എടുക്കാറുള്ളത്. അപ്പോൾ അത് ആക്ച്വലി സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ആസ് എ ഡയറക്ടർ ഇപ്പോൾ സിനിമ എടുക്കുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ സെൽഫ് ഇപ്പോൾ പറയും ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് സിനിമ എടുക്കുന്നതെന്ന് പറയുന്ന കുറേ ഡയറക്ടേഴ്സ്. ഞാൻ ഓഡിയൻസ് അല്ല, ഞാൻ ഇങ്ങനെയാണ് മീൻസ് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് സിനിമ എടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ മീൻസ് ഓഡിയൻസിന് വേണ്ടിയിട്ട് അല്ല, എനിക്കും കൂടെ അതിനൊരു അങ്ങനെ പറയുന്നുണ്ടാവും. ഒരു ഡയറക്ടർ നല്ലൊരു സിനിമ എടുക്കുമ്പോൾ രഞ്ജിത്തേട്ടന് തോന്നുന്നത് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് തിങ്, ഇത് നമ്മളൊരു കമേഴ്ഷ്യൽ പ്രൊഡക്റ്റ്, നമ്മളൊരു മാർക്കറ്റിലെ ഇറക്കാണ് ഈ സാധനം. അപ്പോൾ അതോടെ ചിലവാകാത്തൊരു സാധനം ഇറക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ചിലവാകുമെന്ന് നമുക്കറിയില്ല, പക്ഷേ ചിലവാകാൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. പൊട്ടൻഷ്യൽ ഉണ്ടാകുമ്പോൾ ആ കൺസ്യൂമേഴ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. 10 കൊല്ലം മുമ്പുള്ള കൺസ്യൂമേഴ്സ് അല്ല ഇന്നത്തെ കൺസ്യൂമേഴ്സ് ഹസ് ചേഞ്ച്ഡ്. അപ്പോൾ നമ്മളൊരു സോപ്പ് ഉണ്ടാക്കുമ്പോൾ ആ സോപ്പ് 10 കൊല്ലം മുമ്പത്തെ സോപ്പല്ലല്ലോ നമുക്കൊക്കെ തേക്കുന്നത്. അപ്പം ദേ ഹാവ് റീഡിഫൈൻഡ് ദ പ്രോസസ്. അപ്പം സിനിമേൻ്റെ നമ്മളങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റിയാൽ മാത്രമേ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. എക്സ്ട്രീംലി കോമ്പറ്റേറ്റീവ് ഫീൽഡാണ്. അപ്പം ഇപ്പോൾ കൺസ്യൂമേഴ്സിന് വേണ്ട ഒരു കഥ ഇതായിരിക്കും എന്നുള്ളൊരു ഹോപ്പിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ വരുന്നില്ല എന്ന് നമുക്ക് അറിയാൻ പറ്റും. ബിക്കോസ് മറ്റു സിനിമകൾ എന്താണെന്നൊക്കെ നോക്കുമ്പോൾ ഈ ജോണർ ഇസ് ഫ്രഷ് എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒരു കാൽക്കുലേഷനാണ്. ഇപ്പോൾ മോർ ദാൻ ആർട്ട് ഇറ്റ് ഈസ് ഫോർ മീ ഇറ്റ് ഈസ് മോർ കമേഴ്സ്. ഇപ്പം നമ്മൾ മഹിമയിലേക്ക് വരുമ്പോൾ മലയാളത്തിലെ കാര്യസ്ഥനിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഓൺ ആൻഡ് ഓഫ് ജേർണി ആയിരുന്നു. അപ്പോൾ മലയാളത്തിൽ ഒരു കാര്യസ്ഥന് ശേഷം പിന്നെ തമിഴിലേക്ക് പോയി. പിന്നെ ജസ്റ്റ് ഒരു കംബാക്ക് എന്ന് പറയുമ്പോൾ മാസ്റ്റർ പീസാണ്. യാ, പക്ഷേ ഇപ്പോൾ ഈ നടക്കുന്ന ഒരു പേസ് ഉണ്ടല്ലോ, ഇറ്റ്സ് യുവർ ഡ്രീം ഒരു ടൈമാണ് ഇൻ മലയാളം ഇൻഡസ്ട്രി അല്ലേ? സോ RDXന് ശേഷം ഉള്ള സ്ക്രിപ്റ്റ് സെലക്ഷൻ വാസ് വെരി കെയർഫുൾ ആയിരുന്നു, ഐ ഗെസ്. അങ്ങനെ ആയിരിക്കണമല്ലോ. അങ്ങനെയല്ല, എനിക്ക് RDXന് ശേഷം സിനിമകൾ വന്നു തുടങ്ങി മലയാളത്തിൽ. ടു ബി ഓണസ്റ്റ്, അതാണ് സത്യം. കാരണം RDX റിലീസ് ആവുന്നതിന് മുന്നേ വരെ എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ മാത്രം എനിക്ക് സ്ക്രിപ്റ്റ്സ് വരാറില്ലായിരുന്നു. തമിഴിൽ എനിക്ക് ആ ഒരു ലിബർട്ടി ഉണ്ടായിരുന്നു. എനിക്ക് വരുന്ന സ്ക്രിപ്റ്റ്സിൽ എനിക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ ലിബർട്ടി ഉണ്ടായിരുന്നു. പക്ഷെ മലയാളത്തിൽ എനിക്ക് ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു RDX തന്നെയാണ് ആദ്യത്തെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയ ഒരു ഹീറോയിൻ റോൾ തന്നെ എനിക്ക് ആദ്യമായിട്ട് വരുന്നത് തന്നെ RDX ആണ്. അപ്പം അതിനുശേഷമാണ് എനിക്ക് ആ ലിബർട്ടി വന്നു തുടങ്ങിയത്. അപ്പം RDX കഴിഞ്ഞപ്പം എനിക്ക് അടുത്തതായി ഞാൻ ചെയ്യുന്ന സിനിമ നല്ലൊരു സിനിമ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രഷർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ബിക്കോസ് നമ്മൾ അടുത്തടുത്ത് ചെയ്യുന്ന സിനിമയാണല്ലോ നമ്മുടെ കരിയർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സബ്ജക്ട് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ RDXൽ എനിക്ക് ഞാൻ ചെയ്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര യങ് ആയ ക്യൂട്ടായ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഇനിയും അടുത്ത സിനിമയും അതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ടൈപ്പ് കാസ്റ്റ് ആവുമോ എന്നുള്ള ഒരു കാര്യം കൂടെ മൈൻഡിലുണ്ടായിരുന്നു. ആ സമയത്താണ് എന്നോട് ഈ സബ്ജക്റ്റും ഈ ക്യാരക്ടറും രഞ്ജിത്ത് സാർ പറയുന്നത്. അപ്പം ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ കൂടിയും ഈ സിനിമ റിലീസ് ആകുമ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം പോയി കാണുമായിരുന്നു. കാരണം എനിക്ക് ഇതിന്റെ കഥ അറിയാവുന്നതുകൊണ്ട്.
അപ്പം അങ്ങനെ ഒരു സബ്ജക്ട് വരുമ്പോൾ, അങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോൾ എന്റെ ആഗ്രഹമായിരുന്നു ഞാൻ ഈ സിനിമ ചെയ്യേണ്ടതെന്നുള്ളത്. ഐ വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് ദി സിനിമ. ഞാനല്ലെങ്കിൽ ഇത് വേറൊരാളെ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ വേണ്ടാന്ന് അല്ലെങ്കിൽ ഞാൻ മിസ് ചെയ്യുവാണെങ്കിൽ എന്നെക്കാളും ടാലന്റഡ് ആയ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ വേറൊരാൾ തന്നെ ഈ ക്യാരക്ടർ ചെയ്യും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. അപ്പൊ എന്തിനു ഞാൻ മിസ് ചെയ്യണം? അപ്പം അതുകൊണ്ടാണ് ഓഡിഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കഥ പോലും അറിയില്ലായിരുന്നു. കാരണം എന്റെ അടുത്ത് കഥ പോലും പറഞ്ഞില്ലായിരുന്നു. ഇങ്ങനൊരു സീൻ ഉണ്ട്, മൈമയ്ക്ക് ഓഡിഷൻ ചെയ്യാൻ ഓക്കെ ആണോ എന്റെ അടുത്ത് ചോദിച്ചാൽ ഐ വാസ് ഓപ്പൺ ടു ഗിവ് എൻ ഓഡിഷൻ. കാരണം എന്താന്ന് വെച്ചാൽ അതും പാർട്ട് ഓഫ് എന്റെ ജോലിയാണ്. ഇപ്പൊ നമ്മുടെ ഡയറക്ടറിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡ്യൂസറിനെ നമ്മൾ പെർഫോമൻസ് വൈസ് നമ്മൾ കൺവിൻസ് ചെയ്യാന്നുള്ളത് അതെന്റെ ജോലിയുടെ ഭാഗമാണ്. കാരണം എന്നാലേ എനിക്കും ആ ഒരു സമാധാനത്തോടെയും ആ ഒരു കോൺഫിഡൻസോടെയും എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ഓഡിഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് വില്ലിംഗ് ടു ഡു ഇറ്റ്. ഞാൻ ഓഡിഷൻ കൊടുത്തു. അതിനുശേഷമാണ് എനിക്ക് സബ്ജക്ട് തന്നെ നറേറ്റ് ചെയ്ത് തരുന്നത്. കേട്ട ഉടനെ എനിക്കിത് മിസ് ചെയ്യണം, ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യും, അതുകൊണ്ട് എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. ദാറ്റ് ഇസ് ഹൗ ഐ ഗോട്ട് ഇറ്റ്. അതിൽ തന്നെ ഉണ്ണിച്ചേട്ടന്റെ പേരെ പറഞ്ഞ് രണ്ടാളും വീണ്ടും ഒരു സിനിമ എന്ന് പറയുമ്പോ അപ്പോൾ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. ഓഡിഷൻ ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു തോന്നുന്നു ഉണ്ണിയാണ് ഹീറോ എന്നുള്ളത് എന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. ഇല്ല, ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്ത് കഥ നെറേറ്റ് ചെയ്ത് തരുന്ന സമയത്താണ് ഉണ്ണിയാണ് ഹീറോ എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോഴെനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും തോന്നണല്ലോ. ചെറിയൊരു ബാക്ക് സ്റ്റോറി ഇല്ല, ഈ ബാക്ക് സ്റ്റോറിയുടെ കഥ തന്നെ പിന്നെയാണ് ഓപ്പൺ ആവുന്നത്. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ചാൽ ഉണ്ണിയപ്പോ മാളികപ്പുറം കഴിഞ്ഞ് ഹിറ്റ് അടിച്ച് നിൽക്കുന്ന ഒരു ഹീറോ ആണ്. അതൊന്നും അറിയില്ല അല്ലേ? അതാണ്, അതൊക്കെ പബ്ലിക്കായി, എല്ലാം പബ്ലിക്കായി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ ഓർത്തു പോലും ഇല്ലായിരുന്നു. ഇങ്ങനൊരു സംഭവം നടന്ന കാര്യം എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം ഐ വാസ് എക്സൈറ്റഡ് ടു വർക്ക് വിത്ത് ഹിറ്റ് ഹീറോ. കാരണം ഞാൻ അന്നേരം അത്രേ കാണുന്നുണ്ട്, മാളികപ്പുറം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഹിറ്റ് അടിച്ച ഹീറോ ആണ്. സോ വി ആർ ഓൾസോ ലുക്കിംഗ്, എന്താ പറയാ, നമ്മുടെ കരിയർ നെക്സ്റ്റ് ലെവൽ പോകണമെന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. സോ അങ്ങനെ ഒരു ഹീറോന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഐ വാസ് സൂപ്പർ ഡൂപ്പർ എക്സൈറ്റഡ്. അത്രമാത്രം എനിക്ക് അന്നേരം എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പൂജ സമയത്താണ് ഇതിങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ അല്ലെ, ഇങ്ങനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ എന്നുള്ളത് പിന്നെയാണ് ഓപ്പൺ ആവുന്നത്. അല്ല, അപ്പോ ഉണ്ണിച്ചേട്ടൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രഞ്ജിത്ത് സാർ വന്നിട്ട് മഹിമയാണ് ഹീറോയിൻ എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് വാട്സപ്പ് നോക്കിയിട്ട് പതിയെ ഹലോ മഹിമ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു. എനിക്ക് പിന്നീട് ഞാനിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ, അപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് പോയി ഇത്രയും ഹിറ്റിന് ശേഷം ഈ ഓഡീഷനൊക്കെ അവർക്ക് താല്പര്യം ഉണ്ടെന്ന് തന്നെ ചോദിക്കും. നമ്മള് ചിലപ്പോൾ പീപ്പിൾ ഗെറ്റ് ഒഫൻഡഡ്. ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ ചിലപ്പോൾ കൊടുക്കില്ല. അപ്പം എനിക്ക് ഇതിൽ ഭയങ്കര ഒരു ഭയങ്കര സന്തോഷം തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഷീ വാസ് ഓപ്പൺ ടു ദാറ്റ്. ബിക്കോസ് ഞങ്ങൾ ഒരുപാട് എൻ്റെ അടുത്ത് തന്നെ പുള്ളിക്കാരൻ ഒരു 100ഓളം വീഡിയോസ് ഇങ്ങനെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ അല്ലല്ലോ വിചാരിച്ചത്. സോ ഹി വുഡ് സേ മോസ്റ്റ് ഓഫ് ദ ടൈം ഈസ് മോർ കൺവിൻസ്, നമ്മുടെ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയാണ് പുള്ളി അയക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അത് ശരിയാണ്. അങ്ങനെ പ്രോസസ്സിൽ എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആയി തോന്നി, ഇതാണല്ലോ നിധി എന്നൊരു ക്യാരക്ടർ. പക്ഷെ എൻ്റെ പേടി ഞാൻ പിന്നീട് പെട്ടെന്ന് ഓർത്തത് ഞാൻ ഇവരെ പണ്ട് ബ്ലോക്ക് ചെയ്തല്ലോ ദൈവമേ. അപ്പോൾ ഞാൻ പറയാം വി ഹാവ് എ പാസ്റ്റ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഒരു കുഴപ്പമില്ല, അതിൽ മാനേജ് ചെയ്തു. അപ്പോൾ ഞാൻ മെസ്സേജ് അയക്കാൻ പോയപ്പോൾ നോക്കിയപ്പോൾ പ്ലീസ് അൺബ്ലോക്ക് എന്ന് തോന്നുന്നു. ഞാനൊരു ദൈവമേ കുറെ വർഷമായല്ലോ എന്നിട്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അപ്പൊ ഞാൻ 7 വർഷം എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ പക്ഷെ ഞാൻ എന്താ വിചാരിച്ച ഒരു ഭയങ്കര ഓക്വേർഡ് ആയിരുന്നു ടു ബി ഓണസ്റ്റ്. ആ ഒരു എന്താ പറയാ, പൂജയില് ഞങ്ങള് പൂജയില് മീറ്റിംഗ് എന്ന് പറഞ്ഞ പൂജ, അതായത് ജഗദീഷിന്റെ പൂജയുടെ സമയത്ത് ഡോഗ് മറ്റേ അത് അയ്യോ എക്സ്ക്ലൂസീവ്. സാധാരണ ഒരാൾ എന്തിനു ബ്ലോക്ക് ചെയ്തു ഉണ്ണിച്ചേട്ടാ? അപ്പൂപ്പനല്ല, ഒരു ബ്രദറിന്റെ ഏജില് മഹിമ ആ ചേട്ടനിക്ക് ഭയങ്കര മഹിമ ആ ചേട്ടന്റെ പേരെ കൂടെ വിളിച്ചു. സോ അത് ചേട്ടനെ വിളിക്കാതെ റെസ്പെക്ട് ഇല്ലാതെ വിളിച്ചു. സോ നിങ്ങൾക്കൊന്നും ദേഷ്യായിട്ട് വിചാരിച്ചു. അതാണ്
ഞാൻ വെറുതെ ഇല്ല, ഞാൻ ഇങ്ങനെ മഹിമേന ആലോചിച്ചു. അപ്പം ഇത് നമുക്ക് അല്ല, ഇത് നമുക്ക് മെയിൻ കണ്ടന്റ് ആയിട്ട് വിടാം. കിട്ടി. ഇതേ ഇന്റർവ്യൂസ് ചെയ്തപ്പോ രണ്ടു ദിവസമായിട്ട് കുറച്ച് ഇന്റർവ്യൂസ് കൊടുത്തപ്പോ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു ഇവിടുത്തെ ഓൺലൈൻ മീഡിയ ഹാസ് ആക്ച്വലി ഇവോൾവ്ഡ്. ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള, ഇന്റലിജന്റ് ആയിട്ടുള്ള എന്റർടൈൻമെന്റ് ജേർണലിസ്റ്റ് ആണ് ആഗ്രഹിക്കുന്നത്. ഇതിൽ കൂടെ ഒന്ന് നടിയാവണം, ഇതിൽ കൂടെ ഒന്ന് പാട്ടുകാരാവണം, ഇതിൽ കൂടെ ഒന്ന് സംവിധായകനാവണം എന്ന് ആഗ്രഹിക്കുക, അത് ഇതിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് ശരിയായ ദിശയിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളെ തോന്നുന്നത് തെറ്റിക്കരുത്. താങ്ക് യു സോ മച്ച്. റയാൻ ഈസ് എന്തെങ്കിലുമൊക്കെ റയാൻ ഈസ് വെരി, ഞാൻ റയാനെ കുറിച്ച് പറയാം, വൺ ഓഫ് ദി മോസ്റ്റ് എന്താ പറയുക ചാമിങ്. ഞാൻ നമ്മൾ ഇപ്പോൾ സിനിമയിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രായം ഇസ് ഇറലവൻറ്റ്, ബിക്കോസ് വെൻ യു ആർ ഇൻ ടു ഫിൽം മേക്കിംഗ് പിന്നെ എല്ലാവരും ആക്ടേഴ്സാണ്. ആൻഡ് ഡയലോഗ്സ് എല്ലാവരും പറയണം, ക്യാമറയ്ക്ക് വേണ്ടി എല്ലാവരും ബിഹേവ് ചെയ്യണം. സോ ഞങ്ങൾക്ക് കുറച്ച് ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് എല്ലാവരും ചെയ്യുന്നത്. സോ മോർ ദാൻ ഹിം. അപ്പോൾ അത് തിങ് ഇസ് ദാറ്റ് റയാൻ കൂടുതലും ആഡ് ഫിലിംസ് ആണ് ചെയ്തേക്കുന്നത്. സോ വെരി ഷോർട്ട് ഡ്യൂറേഷനിൽ വരുന്ന സംഭവമാണ്. അപ്പോൾ അതും സിനിമയുമായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അത് റയാനുമായിട്ട് വർക്ക് ചെയ്തപ്പോഴാണ് റയാൻ തന്നെ പറയാണ്, ഞാൻ ആ സിനിമയിൽ 30 seconds ചെയ്യാറുള്ളൂ. സോ ഇവിടെ പെട്ടെന്ന് ഡയറക്ടർ വൈ ഈസ് ഹി കോളിംഗ് കട്ട് ഓൾവേസ് ദൂരെ നിന്ന്. അപ്പോൾ ഇൻ 2 days ഹി ഹിംസെൽഫ് കറക്റ്റഡ് ആൻഡ് വന്ന് അഭിനയിച്ച്. ഐ മീൻ ഇത് കഴിഞ്ഞ് ആദ്യത്തെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഞാനൊരു പുള്ളിയും കൂടെ വിളിച്ചിട്ട് പറഞ്ഞാൽ വെറുതെ സംസാരിച്ചു. എൻ്റെ ഒരു കോൺസെപ്റ്റ് ഓഫ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ ആക്ടിങ് ഹാപ്പൻസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എ ഡയലോഗ് ഇസ് സെറ്റ്. അതാണ് ആക്ടിങ്. അപ്പം ഡയലോഗ് പറയുന്നതല്ല ആക്ടിങ്. അപ്പം ഡയലോഗ് പറഞ്ഞ് കട്ട് ചെയ്താൽ അയാൾക്ക് സ്പേസ് പോവാണ്. ഇപ്പം എൻ്റെ സിനിമകളിൽ ഇപ്പോൾ വർഷത്തിലാണെങ്കിലും ഒരുപാട് സിനിമകൾ ഏറ്റവും നല്ല പെർഫോമൻസ് ഉണ്ടായിട്ടുള്ളത് ഞാൻ കട്ടേ പറയാറില്ല ജനറലി, ബിക്കോസ് അവരഭിനയിച്ച് സമാധാനമാകുമ്പോൾ നിർത്തുമല്ലോ. അങ്ങനെയാണ് വേണ്ടത്. ഞാൻ വർഷം കഴിയുമ്പോൾ നമുക്ക് അഭിനയിച്ച് ആയിക്കോട്ടെ. അത് ഇത് ബേസിക്കലി എന്താ പറയുക, ഒരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം വേണ്ട ഈ ആക്ടറും ഡയറക്ടറും തമ്മിലൊരു സമരസപ്പെടൽ എന്ന് പറഞ്ഞ സാധനം അതുണ്ടാവണം. ഒരു ഈഗോ ഉണ്ട്, പക്ഷേ ഈഗോ സംതിങ് ഈഗോ വേണമല്ലോ, അതല്ല. പക്ഷേ ഒരു സമരസപ്പെടലുണ്ട്. ലൈക്ക് ഇറ്റ്സ് നോട്ട് എ കോമ്പറ്റീഷൻ. ആരാണ് വരുന്നത് ആരാണ് എടുക്കുന്നത് അതൊന്നുമല്ല. വി ആർ ആക്ച്വലി ട്രൈങ് ടു മേക്ക് എ ഗുഡ് ഫിലിം, വി ആർ ട്രൈങ് ടു ഇംപ്രൂവ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് പറയുമ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാവും, രണ്ടുപേർക്ക് മനസ്സിലാവും. എന്താ വെച്ചാൽ വാട്ട് ഐ എം ട്രൈങ്, വാട്ട് ഹീസ് ട്രൈങ്, വാട്ട് ഷീ ഈസ് ട്രൈങ്, വാട്ട് ഹീസ് ട്രൈങ്, നമുക്ക് മനസ്സിലാവും. ഇവനോട് ഞാൻ കാര്യം ചെറിയ കുട്ടിയായിട്ട് തന്നെ വിളിച്ചു നിർത്തി പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാണ് കട്ട് പറയുന്നത് വെച്ചാൽ that is where you are going to act. So it's not that. എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം തൊട്ട് കിട്ടി. അപ്പോൾ ഭയങ്കര ക്വാളിറ്റി അല്ലേ. അതാ പറയുന്നത്. അത് അതുകൊണ്ട് അവൻ്റെ അഭിപ്രായങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ അതെ അതെ. Tell Ryan, how was your experience? For my first movie, it was pretty tough as an experience, but I had a lot of fun with Unni, especially some of the memories we made. It was I really thank the staff for all the hard work they put to make this movie. Best wishes to Jay Ganesh. Yeah, that's it. ഫിലിമിൽ ഉണ്ണിച്ചേട്ടനുണ്ട്, റയാന്റെ പ്രായമുള്ള കുറേ പിള്ളേരുണ്ട്, കുറേ പേരുണ്ട്. ആരോടായിരുന്നു കൂടുതൽ കമ്പനി? ഉണ്ണിച്ചേട്ടൻ. അതല്ലേ ആദ്യമേ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ കമ്പനി ഉണ്ണിച്ചേട്ടനുണ്ടായിരുന്നു. ഇവരിൽ ആരായിരുന്നു കമ്പനി? അത് ഉണ്ണിച്ചേട്ടൻ തന്നെ. I met Mahima today only. ഉണ്ണി വാസ് ഗുഡ് വിത്ത് കിഡ്സ്, ലൈക്ക്. അപ്പോൾ അതുകൊണ്ട് ആ സീൻസ് ഒക്കെ ഇതൊന്നും നമ്മൾ എഴുതി വെച്ചിട്ടൊന്നും കാര്യം. കുട്ടികളുടെ സീൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ക്ഷമ വേണം. ക്ഷമ എനിക്കുണ്ട്, പക്ഷേ പ്രശ്നമല്ല. ഇത് ഇൻട്രാക്ഷനൊക്കെ അവർ തന്നെ ഇൻട്രാക്ട് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാലത് ഇപ്പം മഹിമയ്ക്കും ഉണ്ണിക്കും അത് ചെയ്യാം, ബിക്കോസ് അവർക്ക് ഈക്വലാണ്. ഐ മീൻ അവരുടെ ചിന്താഗതികൾ ചെയ്യുന്നത്. അപ്പം കുട്ടികളുടെ അവസരത്തൊക്കെ വരണം, അവർ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യണം. അപ്പോൾ ജയൻ അങ്ങനെ ഭയങ്കര നല്ലൊരു പറ്റുന്ന ഒരാളാണ്. ഉണ്ണിയൊക്കെ ലൈക്ക് അത് പറ്റും. ആ സീനുകളൊക്കെ ആ രീതിയിൽ തന്നെ നന്നായിട്ട് വർക്കൗട്ടായിരുന്നു. ആ കാരണം കൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ റെയിൻ ഫസ്റ്റ് ഫിലിം റിലീസ് ആവാൻ പോകുന്നു. മലയാളം ഫിലിംസ് ഒന്നും മുന്നേ കണ്ടിട്ടില്ലല്ലോ?
Yeah, I've seen Malikapuram. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ ഇത്. We had a conversation, right? ഇവിടെ suspense I've seen Malikapuram 3 times. 3 times. Only for only. ഞങ്ങൾ ഇന്നാണ് ഞാനും റിയാനും എന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. Okay, okay. Yeah. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് combination ഉണ്ട്. ഇല്ലായിരുന്നു, സിനിമയിൽ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ജോയിൻ ചെയ്ത അന്ന് തൊട്ട് ഉണ്ണിയുടെ വായന ഞാൻ കേട്ടോണ്ടിരിക്കുന്ന പേരാണ് റയാൻ. യു ഷുഡ് മീറ്റ് ഹിം, യു ഷുഡ് മീറ്റ് ഹിം, യു ഇത് ഷുഡ്. ഇവിടെയുണ്ട്. Can I call ഉണ്ണി? ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് I'll call him. He's there എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്. കുറച്ച് shy ആണ്. എന്തിനാടാ? You are shy? Yeah. Why? I don't know. You feeling shy right now? They're talking about. No. Yeah, with For, so many to pretty watch girls my around own you. movie. Acha, okay, you're shy to. Okay, cinema screening to ആണ്. have pretty girls around you, you feeling shy? No. No. We're gonna watch it together, right? You'll be here, right? Yeah. I'm used to having pretty girls. Oh, you're used to having pretty girls around. He's saying that I'm used to having pretty girls around me. Yeah. School, yeah. Good. In lunchtime, all the 9th graders will run behind me. Acha, so you're the heartthrob. Why 9th grade? I don't know. You don't know what. Why not 8th grade? Yeah, because I irritate migraine. Just so you, okay. So I just got to know that you called up your amma and you told your amma that Mahima is prettier than you, and then you said sorry. Is it? I didn't say sorry. You didn't say sorry? അതിന് രഞ്ജിത്ത് സാർ ചോദിക്കുകയാണെ അപ്പൊ നീ വേറെ പെൺകുട്ടികളൊന്നും കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. Nice. No. She's very cute, അല്ലേ? Yeah. Cringe. Cringe. പതിയെ ഓണായി വരുന്നേ ഉള്ളൂ. എനിക്ക് കമ്പാരിസൺ ഫോട്ടോ അയച്ചു കൊടുത്തത്. എന്റെ പണ്ടത്തെ ഫോട്ടോവും ഇങ്ങനെ ഈ എന്റെ കമ്പാരിസൺ ഫോട്ടോസ് ഒരുപാട് വരുന്നുണ്ട്. ബിക്കോസ് ഐ വർക്ക് ലോട്ട് ഓൺ മൈസെൽഫ്. അത് എന്റെ വർക്ക് ഫ്രണ്ടിലായാലും പേഴ്സണൽ കാര്യങ്ങളിൽ ഐ വർക്ക്ഡ് എ ലോട്ട് ഓൺ മൈസെൽഫ്. Which is very good. Yeah, that is a good thing and I put so much hard work in that as well. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഓൺലൈനിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് എനിക്കൊരു അതുപോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ അയച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ 2 ഫോട്ടോ തമ്മിൽ 12-13 വർഷത്തെ വ്യത്യാസമുണ്ട്. ആൻഡ് ലൈക്ക് ഐ സെഡ് ഐ വർക്ക്ഡ് എ ലോട്ട് ഓൺ മൈസെൽഫ്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടാവും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. That is there. Yeah. Actually, that is a very good thing. നമുക്കത് ഭയങ്കര ഒരു മോട്ടിവേഷനും കൂടി. കറക്റ്റ്. ആ ചേഞ്ച് ആണെങ്കിലും ഞാൻ എന്നിലിട്ട എഫേർട്ട് എന്നെ കുറെ കൂടെ കോൺഫിഡൻറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഐ സീ ഇറ്റ് ഇൻ എ വെരി പോസിറ്റീവ് വേ. നമ്മുടെ വെരി പ്രിറ്റി നമുക്ക് നമ്മുടെ ജയ് ഗണേഷ് ടീം നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തു. Thank you. സോ ഈ ഒരു മൂവി ഒരു ഏറ്റവും മാസ് സക്സസ് ആവട്ടെ. പ്രേക്ഷകർ നിങ്ങൾ എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് അവർ കണക്റ്റ് ആവട്ടെ. And we wish all the very best. Thank Thank you so you. much. Thank Thank you so നിങ്ങൾ എല്ലാവരും much. സിനിമ സിനിമ കാണണം. കാണണം. തീർച്ചയായിട്ടും. Thank you. Thank you.